അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണർ 300 എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ചില ഇമേജസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 സീരീസിൽ വരുന്ന ഒരു പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. തിക്നെസ് വരിക വെറും 6.97 mm മാത്രമായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഫോണിൻ്റെ പിന്നിൽ വരിക. പിന്നെ ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. 12 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷനും 12 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 16 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമേ ഇതിൽ വരുള്ളൂ. പിന്നെ നൂബിയ Z70 അൾട്ര എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ 6.85 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+50+, 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ മെയിൻ ക്യാമറ സെൻസറിൽ വേരിയബിൾ അപ്പർച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6150 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 4599 യുവാനാണ്. അതായത് 53,700 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ന്യൂബിയുടെ റെഡ് മാജിക് സീരീസിൽ വരുന്ന ഫോണുകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറ്. ഈ ഒരു Z സീരീസിൽ വരുന്ന ഫോണുകൾ അധികം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ റെഡ്മി KT സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ചൈനീസ് മാർക്കറ്റിൽ നവംബർ 27 റെഡ്മി KT സീരീസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു സീരീസിൽ 2 ഫോണുകൾ വരുന്നതായിരിക്കും. റെഡ്മി KTയും അതുപോലെ തന്നെ KT Proയും. അപ്പം ഈ 2 ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ KTയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 6500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. എന്നാൽ പ്രോ വെർഷനിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരും. പിന്നെ 50+32+50 മെഗാ പിക്സലിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും വരുന്നതായിരിക്കും. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയായിരിക്കും വരിക. പിന്നെ 6000 mAh ബാറ്ററി വരുള്ളൂ. പക്ഷേ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഓപ്പോയുടെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ColorOS 15 സോഫ്റ്റ്വെയർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതൊക്കെ ഫോണുകളിൽ ഏതൊക്കെ ടൈമുകളിലായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമെന്നുള്ള ലിസ്റ്റൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ലിസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓപ്പോയുടെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ അതിലുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി GT Neo 7 എന്നുള്ള സ്മാർട്ട് ഫോൺ ഡിസംബറിൽ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻസ് അല്ല. പിന്നെ ഇതിൽ 7000 mAh ബാറ്ററി വരുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. വളരെ മെച്ചൂർ ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ വരും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ചില സർട്ടിഫിക്കേഷൻ സൈറ്റിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. ഇത് കൂടാതെ റിയൽമി Neo 7 SE എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ കൂടി വരാൻ പോകുന്നുണ്ട്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഫോൺ അടുത്ത കൊല്ലം ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. പിന്നെ ഓപ്പോ പാഡ് 3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ മലേഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടാബിൽ 12.1 ഇഞ്ചിൻ്റെ 3K റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 9510 mAh ബാറ്ററിയാണ് വരുന്നത്. 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മലേഷ്യയിൽ ഏകദേശം 64,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ച് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫോൺ എന്ന് പറയുന്നത് വിവോ Y300 5G എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്.
8 GB റാം 256 GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, ഓപ്പോയുടെ ഫൈൻഡ് X8 സീരീസും ഇപ്പം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. X8 സീരീസിൽ 2 ഫോണുകൾ വരുന്നുണ്ട്, ഓപ്പോ ഫൈൻഡ് X8ഉം അതുപോലെ തന്നെ ഓപ്പോ ഫൈൻഡ് X8 പ്രോയും. ഇപ്പം ഇതിൽ ഓപ്പോ ഫൈൻഡ് X8 പ്രോയിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. MediaTek Dimensity 9400 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+50+50+50 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5910 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില വരുന്നത് 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്, വിലയും അത്യാവശ്യം കൂടിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയാണ്. പിന്നെ ഇതുകൂടാതെ ഓപ്പോ ഫൈൻഡ് X8ഉം വരുന്നുണ്ട്. ഇതിൽ 6.59 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9400 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5630 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 12 GB റാം 256 ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 69,999 രൂപയാണ്. 16 GB റാം 512 ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 79,999 രൂപയാണ്. അപ്പം ഈ ഫോണുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മികച്ച ക്യാമറ പെർഫോമൻസും ഇതിൽ വരുന്നതായിരിക്കും. വിലയും അത്യാവശ്യം ഉണ്ട്. എന്തായാലും മികച്ച ഫോണുകളാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഇനി വരാൻ പോകുന്ന iPhone 17 എയർ എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ വരുമെന്നാണ് പറയപ്പെടുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ആപ്പിളിൻ്റെ A19 ബയോണിക് ചിപ്പ് ഇതിൽ വരുന്നതായിരിക്കും. വില 1,09,000 to 1,26,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം US മാർക്കറ്റിലെ പ്രൈസിംഗ് ആണ് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം കൂടാനും ചാൻസ് ഉണ്ട്. പിന്നെ ആപ്പിൾ പല ചൈനീസ് സപ്ലൈസിനെയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചർച്ചയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഇന്ത്യയിലോട്ട് കൂടുതൽ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നതായിരിക്കും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ന്യൂസാണ്. ഇപ്പോൾ കാവിയർ എന്നുള്ള കമ്പനി ആപ്പിൾ വിഷൻ പ്രോയുടെ 24K ഗോൾഡ് ഉള്ള ഒരു വെർഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 23 ലക്ഷമാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ റെഡ്മി നോട്ട് 14 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഡിസംബർ 9 റെഡ്മി നോട്ട് 14 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 14 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ വരും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സർ വന്നേക്കാം. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5110 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ബേസ് വേരിയൻറ്റിൽ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ പ്രോ വെർഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഗൗഡായിട്ടുള്ള ഡിസ്പ്ലേയും വരും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ MediaTek Dimensity 7300 Ultra എന്നുള്ള പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബെറ്റർ ആയിട്ടുള്ള 5500 mAh ബാറ്ററി വരും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിരിക്കും വരിക. ഈ ഒരു ഫോൺ നമ്മൾ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ റെഡ്മി നോട്ട് 14 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും വരിക. കേർഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിലും വരും. പിന്നെ Snapdragon 7s Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്യാമറയിൽ 200+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നേക്കാം. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയായിരിക്കും വരിക. ബെറ്റർ ആയിട്ടുള്ള 6200 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് ഒരു 25,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നുള്ളൂ, കൺഫർമേഷൻസ് ഇല്ല. പക്ഷേ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഡിസംബർ 9 ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഹുവാവേ മേറ്റ് X6 എന്നുള്ള ഫോൾഡബിൾ ഫോൺ ചൈനീസ് മാർക്കറ്റിൽ നവംബർ 26 ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓപ്പോ F7 Ultra എന്നീ ഫോണുകൾ IMDA സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ അടുത്ത് തന്നെ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം F7 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഡ്മി K80 പ്രോയുടെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഇപ്പം
ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 പോലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതേ സെയിം ഫോൺ ആവാനാണ് സാധ്യത. പിന്നെ F7 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി ടെർബോ 4 എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഇതിൽ MediaTek Dimensity 8400 എന്ന പ്രോസസ്സർ വന്നേക്കാം. 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള റെഡ്മി ടെർബോ 4 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേയും MediaTek Dimensity 8400 എന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഓപ്പോ റെനോ 13 സീരീസിൽ കസ്റ്റം നെറ്റ്വർക്ക് ചിപ്പ് വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം റേഞ്ച് കുറവാണെന്നുണ്ടെങ്കിലും നല്ലൊരു നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇപ്പം ഇതുപോലുള്ള ടെക്നോളജീസൊക്കെ കൂടുതൽ ബ്രാൻഡുകൾ അവരുടെ ഫോണുകളിലോട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നവംബർ 25 ഓപ്പോയുടെ റെനോ 13 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2 ഫോണുകൾ വരുന്നതായിരിക്കും, റെനോ 13 അതുപോലെ തന്നെ 13 പ്രോയും. ഇപ്പം ഈ ഫോണുകളിൽ MediaTek Dimensity 8300 എന്ന പ്രോസസ്സറൊക്കെ വന്നേക്കാം. റെനോ 13 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും റെനോ 13 പ്രോയിൽ 50+8 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഓപ്പോ പാഡ് 3 എന്ന ടാബ് ഇപ്പം ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സിംഗിൾ കോറിൽ 1261 പോയിൻറ്റും മൾട്ടി കോറിൽ 3993 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. 12 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ MediaTek Dimensity 8300 എന്ന പ്രോസസ്സർ ഇതിൽ വന്നേക്കാം. പിന്നെ റിയൽമി V60 Pro എന്നുള്ള സ്മാർട്ട് ഫോണ് ഗൂഗിൾ പ്ലേ സപ്പോർട്ട് ഡിവൈസ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10A ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ HD റെസൊല്യൂഷൻ വരുന്ന ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരും. 5500 mAh ബാറ്ററി ഒക്കെ വരുന്നതായിരിക്കും. 197 ഗ്രാം ആയിരിക്കും വെയിറ്റ് വരിക. തിക്നെസ് വരിക 7.99 mm ആയിരിക്കും. പിന്നെ റിയൽമി C75 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 403 പോയിൻറ്റും മൾട്ടി കോറിൽ 1382 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. 8 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇതിൽ MediaTekൻ്റെ Helio G85 എന്നുള്ള ബേസിക് ആയിട്ടുള്ള പ്രോസസ്സർ വന്നേക്കാം. അപ്പം ഇത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സിൽ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരാനാണ് സാധ്യത. പിന്നെ സാംസങ് S25 എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയായിരിക്കും എല്ലാ മാർക്കറ്റിലും വരിക എന്നാണ്. അപ്പം അത് നല്ലൊരു ന്യൂസാണ്. ഇപ്പം S24 എക്സിനോസിൻ്റെ പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇത് നല്ലൊരു ചേഞ്ച് ആയിരിക്കും. ഇപ്പം പൊതുവേ എക്സിനോസിൻ്റെ പ്രോസസ്സറിനേക്കാളും ബെറ്റർ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 12 GB റാം വെർഷൻ തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം 50+10+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. അപ്പം അതൊരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വന്നേക്കാം. 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സെയിം ബാറ്ററി സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. 4000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുയിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.